ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഗിവ് അവേന്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് അത് കൊടുക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിഫ്റ്റ് റാപ്പ് വാങ്ങാൻ പോകാം. ആക്ച്വലി ഇത് എന്റെ വീട്ടിനടുത്തുള്ള ഷോപ്പാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നത് സ്കൂട്ടറിലാണ്. അത് മാത്രമല്ല എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂട്ടറിൽ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്യൂട്ട് ഗിഫ്റ്റ് റാപ്പ് വാങ്ങി കൈമ പിടിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാ ഒരു കൊടൂര മഴ. പക്ഷെ അത് വേറെ തന്നെ വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അടുത്ത ദിവസവും. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇത്ര നല്ല റാപ്പൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഗിവ് അവേയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് ആദ്യം നമ്മൾ റാപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ആക്കിയതാണല്ലോ, അതൊക്കെ ആദ്യം ഒട്ടിച്ച് പിന്നെയാണ് മൊത്തത്തിൽ റാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് റാപ്പ് ചെയ്ത് തീരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഹായ് പറഞ്ഞാലോ. അപ്പൊ ആദ്യം തന്നെ ഫാദിയ, ആദില, ഫൻസ, ചിപ്പി, ഐഫുന, മിൻഹ, അൽഹന, റിസ, സഫിയ, റഹ്ഫ, സനിയ, ഹൈഫ, സോയ, പൊന്നു, അമയ, സംഗീത, ഹലീമ, നൗഫ, അസ്ര, സമീറ, മയൂക്ക, ഫിൽന, ആജറ, ആൻലിയ, ഹനീന, സൽമ, ദീജു, മാനസി, ഫിസ, ഹന, ഷിഹാന, നസീഹ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ആക്ച്വലി ഞാൻ 2 ഗിഫ്റ്റ് റാപ്പ് വാങ്ങിയിരുന്നു, പക്ഷെ ഒന്നാണ് കറക്റ്റ്. അപ്പൊ ആ എക്സ്ട്രാ ഉണ്ടായ പേപ്പർ അത് ഞാൻ ഇങ്ങെടുത്തു. അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രൈസിന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അടിപൊളിയല്ലേ? സോ അടുത്തത് നമ്മുടെ സെക്കൻഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് വേഗം തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഞാൻ റാപ്പ് ചെയ്ത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ ആയിന്. അപ്പം ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ശരിയല്ലല്ലോ, എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ ഉള്ളിൽ വെക്കണ്ടേ. അപ്പം ഞാൻ 2 കാർഡ് ആക്കിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ കുറച്ച് തിക്കുള്ള പേപ്പർ എടുത്തിട്ട് അതിന് കുറച്ച് പാറ്റേൺസ് വരച്ച്, എന്നിട്ട് കൺഗ്രാറ്റ്സ് ഡിയേഴ്സ് എന്നും കൂടി എഴുതി നമ്മുടെ കവായ് സ്റ്റിക്കർ ഒട്ടിച്ച്. ഡെക്കറേഷൻ ആണല്ലോ മെയിന്. അപ്പം അതുകൊണ്ട് കുറച്ച് കവായ് സ്റ്റിക്കറും വാഷി ടേപ്പും ഒട്ടിച്ച് നമ്മുടെ സാധനം സെറ്റാക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഇത് നമ്മുടെ ഗിഫ്റ്റിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഈ സെക്കൻഡ് ഗിഫ്റ്റിൽ ചെറുങ്ങനെ വെച്ചു കൊടുക്കുന്നേയുള്ളൂ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമുക്ക് കൊറിയർ ആക്കുന്നില്ല, ഇത് ഞാൻ തന്നെ കൊടുക്കാൻ പോകുകയാണ്. ബിക്കോസ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ വീട് എനിക്ക് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. സോ ഇനി നമ്മുടെ ട്രാൻസ്പെറന്റ് കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കുറച്ച് ചുപ്ലിയിലിട്ട് നമ്മുടെ സാധനം ഒട്ടിക്കാം. ഇങ്ങനെ മാത്രമാകുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു താങ്ക് യു സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കുറച്ച് അലങ്കാരമായിക്കോട്ടെ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പ്രൈസ് മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. ഞാൻ ഫസ്റ്റ് പ്രൈസ് മീഷോന്ന് വാങ്ങുന്നതിന് ഈ പെട്ടിയിലായിരുന്നു കിട്ടിയത്. എന്നാൽ തന്നെ എടുത്തു വെച്ചിരുന്നു, കാരണം കൊറിയർ ആക്കുമ്പോൾ ഇത് ആവശ്യം വരും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കാർഡും കൂടി അതിൻ്റെ അകത്തിട്ട് മൊത്തത്തിലൊന്ന് ടേപ്പോട് റാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കൊറിയർ ആക്കുന്ന സാധനമാണല്ലോ, കൂടാതെ എൻ്റെ അടുത്ത് കൊറിയറിന്റെ കവറും കൂടി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ പണിയും തീർത്ത് ഇനി ഇത് നമുക്ക് കൊടുക്കാൻ പോകാം. ആ പിങ്ക് ഹാർട്ടിന്റെ കവർ കണ്ടിട്ട് വേറൊന്നും വിചാരിക്കണ്ട, അത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആണ്. സോ ആദ്യം തന്നെ ഞാൻ എത്തിക്കുന്നത് നമ്മുടെ കൊറിയറിന്റെ സാധനമാണ്, അതായത് ഫസ്റ്റ് പ്രൈസ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ഡെലിവറി ചെയ്യാൻ പോകാൻ. നമുക്ക് കാണാലോ ആളുടെ റിയാക്ഷൻ. സോ ഇത് കൊറിയർ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് പ്രൈസ് കൊടുക്കാൻ. ആ ആളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് വയ്യ. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ആളുടെ അടുത്ത് എത്തി. ആൾക്ക് നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ ഞാൻ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ തിരിച്ച് കാറിലേക്ക് തന്നെ കയറി. അവളുടെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടിട്ട് എൻ്റെ മനസ്സിന് നിറഞ്ഞു പോയി. അപ്പം പിന്നെ ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. പിന്നെ കിട്ടാത്തവളോട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ 5K ഗിവ് അവേ എന്തായാലും വരാനിരിക്കല്ലേ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം.